ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ വളരെ ഷോർട്ട് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. പെയർസ് ഓഫ് ഇക്വേഷൻസ് ആണ്, സമവാക്യ ജോഡികൾ. ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നിങ്ങൾ കുറെ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനുണ്ട് മക്കളെ. രണ്ട് പെയർ എന്ന് പറഞ്ഞാൽ രണ്ട് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സമവാക്യങ്ങൾ, ഈക്വലിറ്റി ഉള്ള ലൈനുകൾ, അങ്ങനത്തെ രണ്ട് കഥകൾ പറയും. ഓക്കെ, ഫോർ എക്സാമ്പിൾ 2x + 3y = 100, x - 4y = 200, അങ്ങനെ എന്തെങ്കിലുമൊക്കെ 10 ഒക്കെ ആയിക്കോട്ടെ. അപ്പം നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഇത് കഥയായിട്ട് പറയാം. ഓക്കെ, ഇത് കഥയായിട്ട് പറയാം, 2 ഡിജിറ്റ് നമ്പർ ആവാം, ഫ്രാക്ഷൻ ആവാം, ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, അപ്പം ഡിഫറെൻറ്റ് വെറൈറ്റി വരും. അപ്പം നമ്മളെല്ലാം കാണണം, എല്ലാം പഠിക്കണം. അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാം കോൺസെപ്റ്റ് പെട്ടെന്ന് മനസ്സിലാവും. ഈ ചാപ്റ്ററിൽ കോൺസെപ്റ്റ് പെട്ടെന്ന് മനസ്സിലാക്കും. വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് എന്നാണ്, വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതിൽ PYQ ടെക്സ്റ്റ് ബുക്ക് എല്ലാം കിട്ടുന്ന ക്വസ്റ്റ്യൻ ചെയ്യുക, കാരണം അത്രേ ഉള്ളൂ. ഇപ്പം റെക്റ്റാങ്കിൾ ക്വസ്റ്റ്യൻ വരും, 2 ഡിജിറ്റ് നമ്പർ വരും, ഫ്രാക്ഷൻ വരും, എന്ത് വേണേൽ വരാം. ഓക്കെ, അപ്പം അതാണ് ഈ ചാപ്റ്ററിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഇതിന് ടോപ്പിക് ബൈ ടോപ്പിക് വീഡിയോസ് ഉണ്ട്. അതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ ക്വസ്റ്റ്യനും ഉണ്ട്, പ്രീവിയസ് ഇയറിന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് കാണാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നോരോന്നായിട്ട് സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ നോട്ട്സും കിട്ടും. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡീറ്റെയിൽസ് ഉണ്ട്. ഫുൾ ഡീറ്റെയിൽ അടിപൊളി ക്ലാസ് അവിടെ ഉണ്ട്, ഇൻക്ലൂഡിങ് മക്കളിതാ PYQസും വീഡിയോ സൊല്യൂഷൻസ് ഉണ്ട്. ഓക്കെ, റെഡി? അപ്പോൾ ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഷോർട്ട് നോട്ട്സ് എൻ്റെ അഭിപ്രായം ഇതിനേക്കാൾ എത്തും. 2 മെത്തേഡ് ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ, എലിമിനേഷൻ. അതൊന്ന് പഠിക്കുക. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ എലിമിനേഷൻ മെത്തേഡാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞിതാ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഇതാ ഇങ്ങനെ കുറേ ആയിട്ട് കാണും. 2 ഡിജിറ്റ്, സ്പീഡ്, ഏജ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാം നമ്മൾ ചെയ്യാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് 2 മെത്തേഡാണ്. ആ മെത്തേഡ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ എക്സാമിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. കാരണം എക്സാമിൽ വരുന്ന ഈ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഗോൾ അടിച്ചു. എക്സാമിന് മിക്കവാറും വരാറുണ്ട്. അപ്പോൾ ഇതിൽ 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യനാണ്. സം ഓഫ് 2 നമ്പേഴ്സ് ഇസ് 41. 2 നമ്പേഴ്സ് നമുക്കറിയില്ല, എനിക്ക് നിങ്ങൾക്കും അറിയില്ല. 2 നമ്പേഴ്സ് ആകുമ്പോൾ നമ്മൾ അവരെ എക്സും വൈയും എന്ന് വിളിക്കും. ഓക്കെ, 2 നമ്പേഴ്സ് അറിയാത്തവരുണ്ട്, എക്സും വൈ. അവരുടെ സം, അവരുടെ തുക എന്താണ് ആഡ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് വൈ 41 ആണെന്ന് പറയും. ഇസ് എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു എന്ന് ഉദ്ദേശിച്ചത്. അവർ രണ്ടാളിലെ സം 41. ഫസ്റ്റ് ഭാഗം കിട്ടി. സെക്കൻഡ് കഥ എന്താ? ദെയർ ഡിഫറൻസ്. ഡിഫറൻസ് എന്ന് പറയുമ്പോൾ വ്യത്യാസം, സബ്ട്രാക്ഷൻ. അപ്പോൾ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് എത്രയാ? 15. 2 മെത്തേഡ് ഉണ്ട് നമുക്ക് പഠിക്കാനുള്ളത്. സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, എലിമിനേഷൻ ഉണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ എലിമിനേഷൻ എപ്പോഴും നല്ലത്. 90% എലിമിനേഷൻ ആണ് നല്ലത്. എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിനെ ഒഴിവാക്കുക. അതാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നോക്കിയേ, 2 ഇക്വേഷൻ നോക്കുക. നമ്മുടെ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2 നോക്കാം. ഓക്കെ, ഇക്വേഷൻ 1, ഇക്വേഷൻ 2. ഇവിടെ നോക്കി, ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്. അങ്ങനെ പറഞ്ഞാ ഇവിടെ 1xും ഇവിടെ 1xും ഉണ്ട്. അപ്പോൾ സിമ്പിളായി. ഇവിടെ എക്സിന്റെ സെയിം നമ്പർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇവനെ ഇവിടെ ഒഴിവാക്കാം, എക്സിനെ വേണേൽ എലിമിനേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ എന്താണെന്ന് നോക്കിയേ, വൈ ഉണ്ട്, -y ഉണ്ട്. ഓക്കെ, വൈയും -y ഉണ്ട്. ഇവിടെ 1y -y, ഇവിടെ 4y എന്നൊന്നും അല്ലല്ലോ. അപ്പോൾ സിമ്പിളാണ്. അപ്പം നോക്കിയേ, ഇവിടെ 1yയും ഇവിടെ -1y. ഇത് അതിനെക്കാട്ടും ബ്യൂട്ടിഫുൾ. കാരണം ആലോചിച്ച് നോക്ക്, ഇവിടെ നോക്കിയേ, മേലെ നമുക്ക് വൈ ഉണ്ട്, താഴെ അതിൻ്റെ ഓപ്പോസിറ്റ് ആളുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് കിട്ടാന്ന് പറഞ്ഞാൽ എന്താ? പോയി കിട്ടി. ഓക്കെ, ഈസിയായി, പണി സിമ്പിളായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേഷൻ ചെയ്യാം. എങ്ങനെ എലിമിനേറ്റ് ചെയ്യുക? നമ്മൾ ഇക്വേഷൻ 1 + 2 ചെയ്യുന്നത്. എന്തിനാണ് ഞാൻ ഇക്വേഷൻ 1 + 2 ചെയ്യുന്നത്? ഈ 2 ഇക്വേഷൻ കൂടി കൂട്ടി എന്താ സംഭവിക്കുന്നത് ആലോചിക്കുക. എക്സും എക്സും കൂട്ടിയാൽ 2x. ഓക്കെ, അഡീഷൻ. അപ്പം വൈയും -y കൂട്ടിയ വൈ -y എത്ര? വൈ പ്ലസ് -y വൈ -y എത്രയാ? 0. 2x + 0y. അപ്പം ഞാൻ എഴുതുന്നില്ല, ഇനി വൈ എഴുതണ്ട, വൈ പോയി. വൈനെ എലിമിനേറ്റ് ചെയ്തു. അപ്പം എന്താ കിട്ടുക? ഇത് രണ്ടും കൂടെ 41. ഈ സൈഡ് ആഡ് ചെയ്യാൻ കുറേ ആൾക്കാർ മറക്കുക. 41 + 50 എത്രയാ? 50. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ 6, 4 + 1 56. മക്കളെ 2x 56 ആണെങ്കിൽ, 2x 56 ആണെങ്കിൽ ഒരു എക്സ് എത്രയാ? 56 / 2. ഈ മൾട്ടിപ്ലിക്കേഷൻ ഉള്ള നമ്പർ സൈഡ് മാറ്റുമ്പോൾ ഡിവിഷൻ ആവും. 56ന്റെ പകുതി 28. എക്സ് 28 കിട്ടി. ഇതേ സംഭവം നിങ്ങൾക്ക് വേണം എന്ത് ചെയ്യായിരുന്നു? മൈനസ് ചെയ്യായിരുന്നു. ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2. അപ്പം എന്താ കിട്ടുക? ഈ എക്സും എക്സും പോയി y + y കിട്ടിയേനെ. ഓക്കെ, ഇഷ്ടമുള്ള പോലെ ചെയ്യാം, കുഴപ്പമില്ല. നമ്മൾ ഏതെങ്കിലും പറഞ്ഞാൽ എലിമിനേറ്റ് ചെയ്യാന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഇട്ട് കുറേ പ്രാക്ടീസ് ചെയ്യാൻ കിട്ടും. അപ്പോൾ എക്സ് 28 കിട്ടിയ ഇനി എന്ത് ചെയ്യണം? ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ. ഇനി വളരെ സിമ്പിളാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക. ഈ ഇക്വേഷൻ എടുക്കുക, എക്സ് + y = 41. അതായത് എക്സ് + y = 41. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് എന്നുള്ളത് 28 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു.
28 ഇടും. അപ്പോൾ 28 പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 41. ആ 28 സൈഡ് മാറ്റിക്കോ, 41 മൈനസ് 28 സൈഡ് മാറ്റിയപ്പോൾ ഇതേ. അപ്പോൾ വൈ ഈസ് ഈക്വൽ 41 മൈനസ് 28 എന്ന് പറയുമ്പോൾ 13, 13. അപ്പോൾ നമുക്ക് എക്സും കിട്ടി വൈയും കിട്ടി, രണ്ട് നമ്പേഴ്സും കിട്ടിയല്ലോ. ഇത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ എക്സ് കിട്ടി വൈ കിട്ടി. ഇത് ഏറ്റവും സിമ്പിളസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കുകയാണ്. ബേസിക് ലെവൽ എക്സാം ലെവൽ ക്വസ്റ്റ്യൻ ആട്ടോ. ഇത് എക്സാമിന് എപ്പോഴും ചോദിക്കും. ഓക്കെ, എലിമിനേഷൻ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തു. ബ്യൂട്ടിഫുൾ. അടുത്തൊരു ക്വസ്റ്റ്യൻ. കഥകളിലൂടെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം. ഓക്കെ, കഥകളിലൂടെ നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം. അതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഓഫ് 2 നമ്പേഴ്സ്, 2 നമ്പർ ഉണ്ട്. അപ്പോൾ നമ്മളതിനെ എക്സും വൈ എന്നും വിളിക്കുന്നു. നമുക്ക് അറിയാത്ത നമ്പേഴ്സാണ് എക്സ് വൈ. ദ ലാർജർ വൺ ഇസ് 5 ടൈംസ് ദ സ്മോളർ വൺ. അപ്പോൾ നമുക്ക് ലാർജർ ആളെ ഞാൻ എക്സ് എന്ന് എടുക്കുന്നു. ഇസ് എന്ന് പറയുമ്പോൾ ഈക്വൽ ടു 5 ടൈംസ് 5 മടങ്ങ് 5 ഇൻറ്റു വൈ. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി എക്സ് ഇസ് ഈക്വൽ ടു 5y. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും സിമ്പിൾ. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു 5y. അതങ്ങ് ഇട്ടാൽ മതി. രണ്ടാമത് എന്താണ്? അടുത്തത് ആൻഡ് സബ്ട്രാക്ടിങ് ദ സ്മോളർ ഫ്രം ലാർജർ. ചെറുത് വലുതിൽ നിന്ന് കുറയ്ക്കും. അപ്പോൾ കുറേ ആൾക്കാർ തെറ്റിക്കുന്നു. ഓക്കെ, ചെറുത് ഏതാ? വെറും വൈ. ഓക്കെ, വൈ ഏതിൽ നിന്നാണ് കുറയ്ക്കുന്നത്? വൈ മൈനസ് എക്സ് ആണോ? അല്ല, വലുതിൽ നിന്ന്. സബ്ട്രാക്ടിങ് സ്മോളർ ഫ്രം അപ്പോൾ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 32. അങ്ങനെയാണ് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. അപ്പോൾ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കുന്നു. ഇവിടെ ഇക്വേഷൻ 1 ഉണ്ട്, ഇവിടെ ഇക്വേഷൻ 2 ഉണ്ട്. ഇപ്പം എന്തുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കുന്നു? കാരണം നോക്കിയാൽ എക്സ് എന്ന് പറഞ്ഞാൽ 5y ആണ്. ഓക്കെ, എക്സ് എന്ന് പറഞ്ഞാൽ നേരെ നമുക്ക് കിട്ടി 5y. അപ്പോൾ ഇനി എക്സിന് പകരം എവിടെയൊക്കെ വന്നു എക്സ് എവിടെയൊക്കെ വരുന്നോ അവിടെയൊക്കെ എനിക്ക് 5y എന്നും കൊടുത്തതാ. ഈ 5y എക്സിന് പകരം കൊടുക്കാം. അപ്പം പുട്ടിങ് അല്ലെങ്കിൽ പുട്ട് ഇക്വേഷൻ 1 ഒന്നാമത്തെ ഇക്വേഷനിലെ ബന്ധം രണ്ടാമത്തേൽ ഇടുമ്പോൾ ഇൻ 2. അപ്പം എന്താ എനിക്ക് കിട്ടുക? എനിക്ക് എക്സ് മൈനസ് വൈ, എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 32ന് പകരം എനിക്ക് കിട്ടും എക്സ് അല്ല 5y മൈനസ് വൈ ഇസ് ഈക്വൽ ടു 32. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് കളറും ചെയ്ത് കാണിച്ചാൽ എന്താ ഇപ്പോൾ സംഭവിച്ചതെന്ന്. 5y മൈനസ് വൈ എന്ന് പറയുമ്പോൾ എത്ര? 5 മാങ്ങയിൽ നിന്ന് 1 മാങ്ങ പോയാൽ 4 മാങ്ങ, 32. ഇനി 4y ആകുമ്പോൾ 4 മൾട്ടിപ്ലിക്കേഷൻ സൈഡ് മാറ്റിയ ഡിവിഷൻ ആവും. 32 ഡിവൈഡഡ് ബൈ 4 y ഇസ് ഈക്വൽ ടു 8. y എന്നുള്ള നമ്പർ ചെറിയ നമ്പർ 8 കിട്ടി. ഇനി ഒരു പരിപാടി കൂടെ ഉള്ളൂ, ലാർജർ നമ്പർ കണ്ടുപിടിക്കുക. ഒരു നമ്പർ കിട്ടിയ മറ്റേ നമ്പർ കിട്ടിയ വെരി ഈസി. y കിട്ടി 8 ആണ്, y കിട്ടി 8 ആണ്. ഓക്കെ, y കിട്ടി 8 ആണ്. ഓക്കെ, y കിട്ടി 8. ഇനി x ഇസ് ഈക്വൽ ടു 5y എന്ന് കൊടുത്തില്ലേ? x ഇസ് ഈക്വൽ ടു 5y നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. x ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു 8 എത്രയാ? x ഇസ് ഈക്വൽ 5 ഇൻറ്റു 8 40 കിട്ടി. അടുത്ത നമ്പറും കിട്ടി. അപ്പോൾ 2 നമ്പേഴ്സും നമുക്ക് കിട്ടി ഈസി ആയിട്ട്. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ പഠിച്ചു. നേരെ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റുന്ന സ്ഥലത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അല്ലാത്ത സമയത്ത് നമ്മൾ എലിമിനേഷൻ ചെയ്യുന്നു. എലിമിനേഷനിലേക്ക് മിക്കവാറും നിങ്ങൾ ചെയ്യാം. ഇതൊരു ഫ്രാക്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എക്സാമിനും വരും, ടെക്സ്റ്റ് ബുക്കിലും പറയുന്നുണ്ട്. ഇതാണ് ഈ ചാപ്റ്ററിൽ വെറൈറ്റി കാണാനാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഈ 2 മെത്തേഡേ ഉള്ളൂ. ഫ്രാക്ഷൻ സിംപ്ലിഫൈഡ് ആഫ്റ്റർ. ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ എടുക്കേണ്ടത്? ഇത് നിങ്ങൾ പഠിച്ചു പോയാലേ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ് ബൈ വൈ എന്ന് എടുക്കുക. ഓക്കെ, നമ്മുടെ ഫ്രാക്ഷൻ എക്സ് ബൈ വൈ. അത് ആഫ്റ്റർ സിംപ്ലിഫൈങ് ആഫ്റ്റർ ആഡിങ് 1 ടു ദ ന്യൂമറേറ്റർ. ഒരു ഭിന്നസംഖ്യയുടെ അംശത്തിനോട് എക്സ് ബൈ വൈ എന്നുള്ള ഫ്രാക്ഷൻ സമാധാനത്തോടെ ഇരിക്കുകയായിരുന്നു. അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് 1 ആഡ് ചെയ്തപ്പോൾ, മുകളിലേക്ക് മാത്രം 1 ആഡ് ചെയ്തപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇറ്റ് ബിക്കംസ് 1/2. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ഇങ്ങനെ ഫ്രാക്ഷൻ ഒന്നും വേണ്ട. നമ്മൾ ഈ 2നെ ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുന്നു, വൈനെ ഇങ്ങോട്ട് ഇടുന്നു. അപ്പോൾ എന്ത് കിട്ടും? 2 ഇൻറ്റു എക്സ്. ഓക്കെ, 2 ഇൻറ്റു എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു വൈ ഇൻറ്റു 1y. ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് എന്താ കിട്ടുക? 2x പ്ലസ് 2 ഈസ് ഈക്വൽ ടു വൈ. ഇത് നമ്മുടെ ഇക്വേഷൻ 1 കിട്ടും. ഓക്കെ, ഇക്വേഷൻ 2 എന്താണ് കിട്ടുക? അടുത്ത കഥ നോക്കും. രണ്ടാമത്തെ കഥയുണ്ട്, നോക്കിയേ. ഇഫ് ഇൻസ്റ്റെഡ് 1 ഇസ് ആഡഡ് ടു ദ ഡിനോമിനേറ്റർ. അപ്പോൾ എക്സ് ബൈ വൈ എന്നുള്ള ഫ്രാക്ഷൻ സന്തോഷമായിട്ടിരിക്കുകയാണ്. അവൻ്റെ ഡിനോമിനേറ്റർ അവൻ്റെ താഴത്തേക്ക് 1 കൂട്ടിയാൽ ആൻഡ് സിംപ്ലിഫൈ ചെയ്താൽ, അതിനെ വൃത്തിയാക്കിയാൽ എന്ത് കിട്ടും? ഇറ്റ് ബിക്കംസ്, അതാവുന്നത് എന്താണ്? 1/3. ഇതാണ് രണ്ടാമത്തെ പെട്ടി. പക്ഷെ നമുക്ക് ഇങ്ങനെയല്ല വേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രോസ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് അല്ല 3 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് 1. y പ്ലസ് 1. ഓക്കെ, ഇത് ഇക്വേഷൻ 2. ഇനി നമുക്ക് രണ്ടാമത്തെ പേജിൽ സമാധാനത്തോടെ ഇഷ്ടമുള്ള രീതിയിൽ സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? 2x പ്ലസ് 2 ഈസ് ഈക്വൽ ടു വൈ. എനിക്കറിയാം y ഇപ്പുറത്തെ സൈഡാണ്, നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ടാക്കാം അങ്ങോട്ടാക്കാം, ഇഷ്ടമുള്ള ചെയ്യാം.
ഇവിടെ നോക്കിയേ 3x is equal to y plus 1. ഇത് ഇക്വേഷൻ 1, ഇക്വേഷൻ 2. എനിക്ക് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം. എനിക്ക് നേരെ നോക്കുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല എലിമിനേഷൻ ചെയ്യണമെങ്കിൽ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവരണം, ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവരണം, നമ്പറിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം, എക്സുകൾ വൈ ഉള്ള സൈഡ് നമ്പർ ഒരു സൈഡ് ആക്കണം. പക്ഷേ എനിക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് കാണാൻ പറ്റും നോക്കിയാൽ ഇവിടെ വൈ തന്നെ ഇരിക്കുന്നു, ഇവിടെയും വൈ ഓൾമോസ്റ്റ് തന്നെ ഇരിക്കുന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നോക്കിയേ ഇവനെ എടുത്തിട്ട് വേണമെങ്കിൽ ഇങ്ങോട്ടിടാം. ഓക്കെ, അങ്ങനെ ഇടാം. ഓക്കെ, അപ്പം എന്ത് കിട്ടി, എനിക്ക് ഇക്വേഷൻ ഒന്നുകൂടി മാറ്റാൻ പറ്റും. 3x - 1 = y. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. ആൻഡ് ഫസ്റ്റ് ഇക്വേഷൻ നോക്കുമ്പോഴും വൈ. അപ്പം നോക്കിയേ സാർ, രണ്ട് ഇക്വേഷനിലും ഒരു സൈഡിൽ വൈ കിട്ടി അല്ലേ. അപ്പോൾ ഈ 2x + 2 3x - 1 രണ്ടാളും വൈ ആണ്, രണ്ടാളും വൈ. ഞാൻ പറയാണ്, മോഹൻലാൽ ബെസ്റ്റ് ആക്ടറാണ്, മമ്മൂട്ടി ബെസ്റ്റ് ആക്ടറാണ്. അപ്പോൾ രണ്ടാളും ബെസ്റ്റ് ആക്ടറാണ്, രണ്ടാളും സെയിം ആളാവണ്ടേ. അതേപോലെ രണ്ടാൾ ഇക്വേഷൻ 1 ഇക്വേഷൻ 2 ഈക്വൽ ടു ആണ്, സെയിം ആണ്. അങ്ങനെ സോൾവ് ചെയ്യാം. 2x + 2 എന്ന് പറയുന്നത് ഇവിടുത്തെ വൈയും ഇവിടുത്തെ വൈ എന്താണ് 3x - 1. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സുകളൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരുന്നു. 2x അങ്ങോട്ട് കൊണ്ടുവരുന്നു, -1 ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. -1 ഇങ്ങോട്ട് വരുമ്പോൾ +1 ആയി, +2 3x - 2x കിട്ടി. ലെഫ്റ്റ് സൈഡിൽ എന്ത് കിട്ടി 3, റൈറ്റ് സൈഡിൽ എന്ത് കിട്ടി x കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് x 3 കിട്ടി. ഓക്കെ, ഇതൊരു മെത്തേഡ്. നിങ്ങൾക്ക് എലിമിനേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഷ്ടമുള്ള മെത്തേഡ് ഉപയോഗിച്ചാൽ ആൻസർ മുകളിലത്തെ നമ്പർ, ഫ്രാക്ഷനിലെ മുകളിലത്തെ നമ്പർ 3 കിട്ടണം. താഴത്തെ നമ്പർ എന്താ കിട്ടുക, ഇവിടെ y എന്ന് ചക്ക അക്ഷരത്തിൽ കൊടുത്തില്ലേ. y is equal to 2 into x. 2 into x എന്ന് പറയുമ്പോൾ 2 into 3 plus 2. അപ്പോൾ 2 into 3 എത്ര, 6 plus 2 8. അപ്പോൾ y കിട്ടി 8. അപ്പോൾ നമ്മുടെ ഫ്രാക്ഷൻ എന്താണ്, ഞാൻ ഇവിടെ സൈഡിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് എഴുതാം 3/8. ദിസ് ഈസ് ആർ ഫ്രാക്ഷൻ. x/y 3/8. 3/8 x/y. ഓക്കെ, കിട്ടിയല്ലോ. റെഡി. ഓക്കെ, സംഭവം കിട്ടി. ഈ സംഭവം കൂടി പഠിക്കണം. അപ്പോൾ ഫ്രാക്ഷൻ ക്വസ്റ്റ്യൻ പഠിക്കണം, കാരണം എക്സാമിന് വന്നിട്ടുണ്ട്, വെറുതെ പറയല്ല, എക്സാമിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യനും പഠിക്കണം. ഇനി നിങ്ങളുടെ കൂടുതൽ ഡ്യൂട്ടി ടെക്സ്റ്റ് ബുക്കിലും നോട്ട് ബുക്കിലും എല്ലായിടത്തെയും ക്വസ്റ്റ്യൻ മാക്സിമം വെറൈറ്റി പഠിക്കുക എന്നുള്ളത്. ഓക്കെ, റെഡി. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ്റെ സ്റ്റാർട്ടിങ് കാണിച്ചു തരാം. ബാക്കി നിങ്ങൾക്ക് ഈ ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസിൻ്റെ ഞാൻ PDF ആയിട്ട് നോട്ട്സ് തരാം. ഓക്കെ, നോട്ട്സ് ഡൗൺലോഡ് ചെയ്യുക, വാട്സാപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്താൽ താഴെ ഡൗൺലോഡ് ചെയ്യുക. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, വിത്ത് ആൻസേഴ്സ് തരാം. പക്ഷേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, എല്ലാവരും കൂടി ഞാൻ ചെയ്താൽ ഇത് പെട്ടെന്ന് തീരുമില്ല, അതുകൊണ്ടാണ്. രാഹുൽ ബോട്ട് എ ഫുട്ബോൾ ബൂട്ട് ആൻഡ് 2 ജേഴ്സീസ് ഫോർ 1200 രൂപ. അപ്പോൾ ഒരു ഫുട്ബോൾ ബൂട്ടിനെ ഞാൻ എക്സ് എന്ന് വിളിക്കുകയാണ്. ആൻഡ് 2 ജേഴ്സീസ്, ആൻഡ് എന്ന് പറയുമ്പോൾ 2 ജേഴ്സി, 2 വൈ, ജേഴ്സിക്ക് ഞാൻ ഇതെന്ന് വിളിക്കുക. അപ്പോൾ 1600 രൂപ. ഫസ്റ്റ് ഇക്വേഷൻ. രണ്ടാമത്തെ കഥ എന്താണ്, ബൂട്ട് കോസ്റ്റ്, ബൂട്ട് എന്ന് പറയുമ്പോൾ എന്താ, എക്സ് കോസ്റ്റ് 550 മോർ ദാൻ ജേഴ്സി. ജേഴ്സിന് 550 പ്ലസ് ജേഴ്സിയാണ് ഒരു ബൂട്ടിൻ്റെ പൈസ. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ രണ്ടെണ്ണം കിട്ടി. ഞാൻ കാണിച്ചു തരാം ഇക്വേഷൻ എന്തൊക്കെയാണ്. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ, ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ഹോംവർക്കാണ്. ഓക്കെ, ഇത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻസർ അടുത്ത പേജിലുണ്ട്, നിങ്ങൾക്ക് വേണം നോക്കാം, ചെക്ക് ഇഷ്ടമുള്ള ചെയ്താൽ, പക്ഷേ പ്രാക്ടീസ് ചെയ്യാം. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളെ കൊണ്ട് പറ്റും. ഓക്കെ, ഇതേപോലെ ടെക്സ്റ്റ് ബുക്കിലെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്കെല്ലാം ഈ ഷോർട്ട് ക്ലാസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബാച്ചിലുള്ളവർ എന്താണെങ്കിലും ഇതാ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ ക്വസ്റ്റ്യൻ, ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ, നോട്ട്സ് എല്ലാം ഉണ്ട്, നോക്കി പഠിക്കാൻ മറക്കരുത്. ഓക്കെ, റെഡി. ഇനി എലിമിനേഷനിൽ തന്നെ ഒരു ചെറിയ ട്വിസ്റ്റ് നോക്കൂ. ദ പ്രൈസ് ഓഫ്, നോക്കിട്ടോ, ഇങ്ങനെ തന്നെ എലിമിനേഷൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരും. ദ പ്രൈസ് ഓഫ് 3 പെൻസിൽസ്. അപ്പോൾ നമുക്ക് എക്സ് ആക്കാം പെൻസിലിന്. അപ്പോൾ 3x പ്ലസ് 4 പെൻ 4y ഇസ് 66. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എഴുതിക്കോ, 3x പ്ലസ് 4y ഇസ് ഈക്വൽ ടു 66. ഓക്കെ, സിമ്പിളാണ്. ഓക്കെ, രണ്ടാമത്തെ കഥ എന്താ പറയുന്നത്, ദ പ്രൈസ് ഓഫ് 6 പെൻസിൽസ്, 6x, എക്സ് ആണ് പെൻസിൽ, ആൻഡ് 3 പെൻ 3y ഇസ് ഈക്വൽ ടു 72, 72. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എഴുതിത്തരാം 6x പ്ലസ് 3y ഇസ് ഈക്വൽ ടു 72. ഇത് ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം നല്ല ഇക്വേഷൻസ് ആണ്. പക്ഷേ പ്രശ്നം എന്താണ്, സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ ചാൻസ് കാണുന്നില്ല, എക്സോ വൈയോ തന്നെ കാണുന്നില്ല, അങ്ങനെ ആക്കാനും പറ്റുന്നില്ല. അപ്പം നമ്മൾ നോക്കേണ്ടത് എന്താ, ഈ എക്സിൻ്റെ കൂടുതൽ നമ്പർ 3, ഇവിടെ 6 സെയിം അല്ല, അപ്പോൾ സെയിം ആക്കാൻ പറ്റുമോ നോക്കണം. ഇവിടെ 4, ഇവിടെ y 3, അപ്പോൾ സെയിം ആക്കാൻ എന്താ ചെയ്യുക, ഇവിടെ ഏറ്റവും കൂടുതൽ ഈസി ആരെ ആക്കാനാ, ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ 3ഉം 6ഉം, ഇവിടെ നോക്കിയാൽ 3ൻ്റെ ഡബിൾ അല്ലേ 6, 3ൻ്റെ ഡബിൾ അല്ലേ 6. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഇക്വേഷൻ 1നെ മൊത്തമായിട്ട് ഡബിൾ ആക്കുന്നു. മൊത്തമായിട്ട് ഡബിൾ ആക്കുന്ന ഇക്വേഷൻ 1 ഡബിൾ ആക്കിയ എന്താ കാര്യം, 3x മാറിയിട്ട് 6x ആവും. അപ്പോൾ നമുക്ക് 6x ഒഴിവാക്കാം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ 1നെ ഡബിൾ ആക്കുന്നു. ഇക്വേഷൻ 1നെ ഡബിൾ ആക്കുന്നു. അപ്പോൾ എന്താ കിട്ടുക, 6x
അവിടെ 3 × 2 6 പ്ലസ് ഇനി എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്ക് ഇവരെ മാത്രം ഡബിൾ ആക്കും, ഇവരൊക്കെ മറക്കും. അവിടെ ഇക്വേഷൻ മൊത്തം 4y ഡബിൾ ആക്കുമ്പോൾ 8y = 66 ഡബിൾ ആക്കുമ്പോൾ 132 132. ഓക്കെ, ഇക്വേഷൻ 2 നമുക്ക് അങ്ങനെ തന്നെ വെക്കാം, അവനെ മാറ്റേണ്ട പോയിന്റ് ഇല്ല. അപ്പോൾ എത്രയാ 6x + 3y = 72. അപ്പം നോക്കിയൊക്കെ ഇക്വേഷൻ 1 ഇക്വേഷൻ 2. ഇനി പരിപാടി ഭയങ്കര സിമ്പിൾ. ബാക്കിയുള്ള പരിപാടി നിങ്ങൾക്ക് അറിയാം, നന്നായിട്ട് അറിയാം. ഓക്കെ, നോക്കിയേ ആകെ ചെയ്യേണ്ടത് എന്താണ്? ഓക്കെ, ആകെ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ഇവിടെ ഇക്വേഷൻ 1, ഇവിടെ ഇക്വേഷൻ 2. ഇവിടെ നോക്കിയേ 6x എലിമിനേഷൻ തട്ട് സെയിം സിമ്പിൾ ആകുമ്പോൾ 6x 6 പ്ലസ് ആണ്. അപ്പോൾ ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 ചെയ്യുന്നു. 6x - 6x പോയി 0. 8y - 3y 8y 3y കുറയുമ്പോൾ 8 മാങ്ങ ഉണ്ടായിരുന്നു, 3 പോയി 5 മാങ്ങ വന്നു. 132 72 കുറയ്ക്കുക, സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടുക? 60 വരും അല്ലേ? 60 വരും. അപ്പോൾ y എത്രയാ? 5y 60 ആണെങ്കിൽ 60/5 കിട്ടും. y = 12. y എന്ന് പറയുന്നത് 12 കിട്ടി. ഓക്കെ, ഇനി നിങ്ങൾ ഇത് കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് ഫസ്റ്റ് ഇക്വേഷനിലോ സെക്കൻഡ് ഇക്വേഷനിലോ എവിടെ കൊണ്ടുപോയിട്ടോ ഫസ്റ്റ് ഇക്വേഷനിൽ 3x + 4y = ചെറിയ നമ്പർ ഏതാ 66. അതിൽ y നമ്മളിടുക 12. yനെ 12 ഇട്ടോ, yന് 12 ഇടുക. 3x + 4 × 12 = 66. 3x + 48 ആണ് 66. ഇനി നിങ്ങളിത് സോൾവ് ചെയ്യുക. 3x എന്ന് പറയുന്നത് 66 ദാ. ഇനി എന്താ ചെയ്യേണ്ടത്? 66 - 48. 3x എന്ന് പറയുമ്പോൾ എത്ര കിട്ടുക? നമുക്ക് 18 കിട്ടും. 18 ആൻഡ് x എന്ന് പറയുമ്പോൾ 18/3 x = 6. ഇത് ഞാൻ പെട്ടെന്ന് ചെയ്തു തരികയാണ്, നിങ്ങൾക്ക് ചെയ്യാം, സമയം എടുത്ത് ചെയ്യാം. അപ്പോൾ എന്താ നമ്പർ? പെൻസിലിൻ്റെ പൈസ 6 രൂപ, പെന്നിൻ്റെ പൈസ 12 രൂപ. അങ്ങനെയാണ് അവസാനം ആൻസർ ചെയ്യേണ്ടത്. എക്സും വൈയും അല്ല, പെന്നിൻ്റെ പൈസ 12 രൂപ, എക്സ് എന്താ പെൻസിലിൻ്റെ പൈസ 6 രൂപ. ടെക്സ്റ്റ് ബുക്കിൽ സെയിം മെത്തേഡിലാണ് ചെയ്തത്, അപ്പോൾ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇനി 2-3 വെറൈറ്റിയും കൂടി ഉള്ളു ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏജും പിന്നെ അതേപോലെ 1-2 വെറൈറ്റിയും കൂടി ഉള്ളു. ഫ്രാക്ഷൻ വരെ നിങ്ങൾ ചെയ്തു. പിന്നെ നിങ്ങൾക്ക് എക്സാം ടൈപ്പ് ക്വസ്റ്റ്യൻ ഒന്ന് വേഗം കാണിച്ചു തരാനുള്ളൂ. ദിസ് ഈസ് യുവർ ലാസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഫ്രം ചാപ്റ്റർ 1. ഓക്കെ, രസമുള്ള ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഏജ് ക്വസ്റ്റ്യൻ ഉണ്ട്, പഠിക്കാൻ മറക്കണ്ട. രാഹുൽ അങ്ങനെ ഒരു പേര് വെച്ചിട്ട്. ഓക്കെ, 2 years ago ഫാദേഴ്സ് ഏജ് വാസ് 6 times the age of son. ഫാദറും സണ്ണിൻ്റെ കഥ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു പെട്ടി ഉണ്ടാക്കുക. ഓക്കെ, സണ്ണ് ചെറിയ ആളുടെ വയസ്സെടുക്കുന്നു, ഫാദറിൻ്റെ വയസ്സെടുക്കുന്നു. ഓക്കെ, ഇനി ഞാൻ ഒരു സിമ്പിൾ പെട്ടി ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ. നോക്കിക്കോ. ഇപ്പോഴത്തെ പ്രായം നമ്മൾ എന്താ എടുക്കാൻ പോകുന്നത്? നൗ പ്രായം ഞാൻ ഇയാളുടെ സണ്ണിൻ്റെ എക്സ് എടുക്കുകയാണ്, ഫാദറിൻ്റെ വൈ എടുക്കുകയാണ്. കുഴപ്പമില്ല. ഇന്ന് ഇതേ ദിവസം എനിക്ക് എക്സ് വയസ്സും എൻ്റെ അച്ഛന് വൈ വയസ്സും അതെടുക്കണം. അതാണ് ഇന്നത്തെ വയസ്സ്. ഓക്കെ, ഇനി 2 years ago എന്ന് പറയുമ്പോൾ എന്താ? 2 years ago എന്ന് പറയുമ്പോൾ 2 years ago 2 വയസ്സ് മുൻപ്. 2 വയസ്സ് മുമ്പ്, 2 വർഷം മുമ്പ് എനിക്ക് എത്ര വയസ്സാ? എക്സ് ഉള്ള എനിക്ക് 2 വർഷം മുമ്പ് എത്രയാ? എക്സ് -2 ആണ് അല്ലേ? എക്സ് -2 ആണ്. അച്ഛനെന്താ? അച്ഛനും 2 വയസ്സ് കുറവ്, വൈ -2. 2 വർഷം മുമ്പ് എനിക്ക് എക്സ് -2, അച്ഛന് 2 വയസ്സ് കുറവ്. അച്ഛനന്ന് 10 വയസ്സ് കുറയില്ല, 2 വയസ്സ് കുറയും. ഓക്കെ, അപ്പം ഈ കഥ അതിലേക്ക് ഈ സെൻറ്റൻസ് ഞാൻ ശരിയാക്കി തരാം. ആഫ്റ്റർ 2 years ഉണ്ട്. അപ്പോൾ ആഫ്റ്റർ 2 years, 2 years later, 2 years കഴിഞ്ഞിട്ടും കഥയുണ്ട്. അപ്പം എന്താണ്? എൻ്റെ വയസ്സ് എത്രയാ? 2 വർഷം കഴിയുമ്പോൾ എനിക്ക് എക്സ് +2 ആവും, അച്ഛനും y +2 ആവും. ഇത് മനസ്സിലായല്ലോ? ഇത് ക്ലിയർ ആക്കാം. പെട്ടിയിൽ ഇത് സിമ്പിളായിട്ട് എഴുതാം. ഇനി കഥയിലേക്ക് കടക്കാം. ഓക്കെ, കഥ പറയുന്നത് എന്താണ്? ഇവിടെ നോക്കിയേ, 2 years ago ഇതാ ഈ സമയത്ത് നടന്ന കഥയാണ്. ഏത്? നമ്മുടെ 2 years ഈ പെട്ടി കേട്ടോ. ഫാദേഴ്സ് ഏജ്. ഓക്കെ, ഞാൻ പച്ച ഇംഗ്ലീഷ് എഴുതി തരാം. ഓക്കെ, 2 years ago അതാണ് 2 years ago കഥ. ഫാദേഴ്സ് ഏജ്. അപ്പോൾ ഫാദർ = 6 times son. അപ്പോൾ 6 × son. ഓക്കെ, ഫാദർ എന്ന് പറയുമ്പോൾ 6 × son. ഫാദർ എന്താണ്? 2 വയസ്സ് മുമ്പ് ഫാദർ എന്ന് പറഞ്ഞാൽ y -2. അപ്പോൾ y -2. ഓക്കെ, ഫാദറിൻ്റെ ഏജ് ഇവിടെ നേരെ 2 years ago. 6 times son. 6 × സണ്ണിൻ്റെ ഏജ് എത്രയാ? എക്സ് -2. ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. ഓക്കെ, ഇനി അവനെ സോൾവ് ചെയ്യാം. y -2 = 6x - 12. നമുക്ക് എല്ലാവരും കൂടി ഒരു സൈഡ് ആക്കാം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? വൈനെ ഇങ്ങോട്ടാക്കുന്നു, 12നെ ഇങ്ങോട്ടാക്കുന്നു. അപ്പോൾ ഇവിടെ 12 - 2 = 6x - y. 12 - 2 10. അപ്പോൾ 10 = 6x - y കിട്ടുന്നു. ഓക്കെ, റെഡി? ഞാൻ അടുത്ത പേജിൽ അത് വൃത്തിയാക്കി എഴുതി തരാം. നമ്മുടെ ഇക്വേഷൻ വേണ്ടത് 6x - y = 10. ഇത് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ.
ഓക്കെ, ഒന്നാമത്തെ ഇക്വേഷൻ 6x - 5. രണ്ടാമത്തെ ഒരു കഥയുണ്ടാവും, കാരണം പെയർസ് ഓഫ് ഇക്വേഷൻ ആണല്ലോ. ആഫ്റ്റർ 2 years ദിസ് വുഡ് ബിക്കം 4 times. 2 വർഷങ്ങൾ കഴിഞ്ഞാൽ ഈ കഥയിൽ അച്ഛൻ്റെ വയസ്സ് മോനെക്കാട്ട് 4 മടങ്ങാണ്. അപ്പോൾ വീണ്ടും ഞാൻ ഹെഡിങ് എഴുതി സിമ്പിളായിട്ട് കാണിച്ചു തരാം. ഓക്കെ, 2 years. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവരുത്. 2 years ലേറ്റർ അപ്പോഴത്തെ കഥ കേട്ടോ. അപ്പം എന്താ, ഫാദറിൻ്റെ ഏജ് ഇസ് ഈക്വൽ ടു 4 times. 6 ഇരട്ടിയല്ല, 4 ഇരട്ടിയാണ് സൺ. 4 × സൺ. ഫാദറിൻ്റെ വയസ്സ് 2 വർഷം കഴിയുമ്പോൾ എന്താ, y+2 years later y+2. അച്ഛന് 2 വയസ്സ് കൂടിയല്ലോ, അപ്പോൾ y+2. സണ്ണിൻ്റെ ഏജ് എത്രയാ, x+2. 4 × x+2. ഈവനിങ് കൂടി ഒന്ന് സോൾവ് ചെയ്ത് എന്താ കിട്ടുക, y+2 ഇസ് ഈക്വൽ ടു 4x + 4 × 2 8. വീണ്ടും നമ്മൾ വൈനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, 8നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പം എന്താ കിട്ടുക, 4. ഇപ്രാവശ്യം നമുക്ക് കിട്ടും നെഗറ്റീവ് നമ്പർ ഇട്ടു ഒരു സൈഡിൽ. കുഴപ്പമില്ല എന്ന് വിചാരിക്കാം. നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ വേറെ സിമ്പിൾ മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ -8 + 2 ഇസ് ഈക്വൽ ടു 4x - y. ഓക്കെ, അതൊന്നുകൂടി -8 + 2 എന്ന് പറയുമ്പോൾ എത്രയാണ്, -6 എന്ന് പറയുമ്പോൾ 4x. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 4x - y. സൈഡ് ഒന്ന് മാറ്റുന്നുണ്ട്, എത്രയാ, -6. രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. എലിമിനേഷൻ ചെയ്തോ. ഓക്കെ, രണ്ടാമത്തേക്ക് നോക്കിയേ. ഇക്വേഷൻ 1 എന്താണ്, ഇക്വേഷൻ 1 ഞാൻ ഈ ഒരുമിച്ച് എഴുതുന്നില്ല. ഇവിടെ -5 കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ -5 കാണുന്നത് സെയിം സിമ്പിൾ ഉണ്ട്, സെയിം ലെറ്റർ -5. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, -5 രണ്ടുള്ളടത്ത് നമ്മൾ, അപ്പോൾ ഓപ്പോസിറ്റ് സിമ്പിൾ സെയിം സിമ്പിൾ ഉള്ളപ്പോൾ നമ്മൾ മൈനസ് ഇടണം, എന്നാലും ഒഴിഞ്ഞു പോവുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ. ഇക്വേഷൻ 1 - ഇക്വേഷൻ 2 പ്ലസ് ചെയ്യുമ്പോൾ എപ്പോഴാണ്, ഓപ്പോസിറ്റ് സൈൻ ആകുമ്പോൾ. മൈനസ് എപ്പോഴാണ് ചെയ്യുക, സെയിം സിമ്പിൾ ആകുമ്പോൾ. അപ്പോൾ ഇത്ര എന്താ കിട്ടുക മക്കളെ, ഇങ്ങനെ നോക്കിയേ, 6x - 4x എത്രയാ, 2x. -5 പോയി, 10 -6. ഞാൻ വേണമെങ്കിൽ ഇക്വേഷൻ മൊത്തം എഴുതാം. അവിടെ 6x - 4x. ഓക്കെ, -y -y, ഒരു മൈനസ് വരുന്നത് പിന്നെ -y ഈസ് ഈക്വൽ ടു 10 - 6. 10 - -6. അപ്പോൾ എന്താ വരിക, 6x - 4x 2x വന്നു. y - -y എന്ന് പറയുമ്പോൾ എത്രയാ, ഇവിടെ -y + y ആവും. -y + y ഇത്ര കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട, എന്നാലും ഞാൻ കാണിച്ചില്ല. 10 + 6. അപ്പോൾ എത്ര കിട്ടുക, 2x = 16. x = 16/2 which is 8. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് പേടിച്ചോണ്ട, നിങ്ങൾ സ്റ്റെപ്പായിട്ട് ചെയ്യുമ്പോൾ കിട്ടും. എക്സ് എത്ര കിട്ടി, 8 എന്ന് കിട്ടി. എക്സ് കിട്ടിയാൽ കഥ കഴിഞ്ഞു. എക്സ് 8 ആണെങ്കിൽ ഏതെങ്കിലും ഇക്വേഷനിൽ ഉണ്ടിട്ട മക്കളെ, ഇതാ ഇവിടെ നമുക്ക് ആ ഇക്വേഷനിലിടാം. 6x - y = 10. അപ്പോൾ 6 × 8 48. അപ്പോൾ എത്രയാണ്, 48 - y = 10. അപ്പോൾ നമുക്ക് 48 ഇങ്ങോട്ടേക്ക് ഇടാം, അല്ല 48 ഇങ്ങോട്ടല്ല, 10 ഇങ്ങോട്ടും y അങ്ങോട്ടും. അപ്പോൾ എത്രയാ, 48 - 10 = y. അച്ഛൻ്റെ വയസ്സ് ഇന്നത്തെ ദിവസം 38. ഇന്ന് അച്ഛൻ്റെ വയസ്സ് 38, ഇന്ന് എൻ്റെ വയസ്സ് എത്രയാ, 8. അപ്പോൾ കഥ മാച്ച് ആവുന്നുണ്ടോ, കേട്ടോ, 8 ഉം 38. എന്താ കഥ നിങ്ങൾ ഈ പെട്ടിയിൽ ഇട്ട് നോക്കി, എപ്പോഴും ചെക്ക് ചെയ്താൽ. ഓക്കെ, 8 ഉം 38 നോക്കിയേ, ഇന്നത്തെ കഥ കേട്ടോ. 2 വയസ്സ് മുമ്പ് എന്ന് പറയുമ്പോൾ എത്ര, എനിക്ക് എത്ര കിട്ടുക, 6 അച്ഛന് 36. 6 ഇരട്ടിയാ, ശരി, അച്ഛൻ്റെ 6 ഇരട്ടിയാണ്. 2 വർഷം കഴിയുമ്പോൾ എനിക്ക് 10, അച്ഛന് 40. 4 ഇരട്ടി, കറക്റ്റ്. ഡൺ. അപ്പം ഞാൻ ഇപ്പോൾ എഴുതിയ സാധനം വായിക്കുകയാണ്, കാരണം നിങ്ങൾ നോട്ട്സ് നോക്കുമ്പോൾ ആ സാധനം വേണ്ട. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടതാണ്. അപ്പം കഥ മനസ്സിലാവും നിങ്ങൾക്ക്. ഓക്കെ, ഇതാണ് എല്ലാ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന്. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് വേഗം ഗോ ത്രൂ ചെയ്ത് അയച്ചുതരാം. വിത്ത് ആൻസേഴ്സ് ഉണ്ടാകും, നിങ്ങൾ ചെക്ക് ചെയ്യാം. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ടൈപ്സിങ് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഓക്കെ, ഈ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു വേറെ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈവൻ. ഓക്കെ, 2 ഡിജിറ്റ് നമ്പറാണ്. ഒരു 2 ഡിജിറ്റ് നമ്പറിൻ്റെ ഇങ്ങനെയാണ് കാണാനെങ്കിൽ, ഇങ്ങനെ കാണാനുള്ള നമ്പറിന് നമ്മൾ എന്താ ചെയ്യുക, 10x + y എന്ന് എഴുതും. ഓക്കെ, ഇത് പ്രാക്ടീസ് ചെയ്യണം. ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ കുറച്ച് PYQ കൂടി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഇതെങ്ങനെയാണ് വരുന്നതെന്ന്. ഇവനും കൂടിയൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിലെ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് പ്ലീസ് പ്രാക്ടീസ് എവറിബഡി. പിന്നെ 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ വെക്കുന്നുണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഡൗൺലോഡ് ചെയ്യാൻ നോട്ട്സ് ഇന്നലെ കിട്ടുകയുള്ളൂ, അതിൻ്റെ ആൻസറും വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലീസ് ചെക്ക് ദാറ്റ് ഔട്ട്. അതോടെ ഫസ്റ്റ് ചാപ്റ്റർ 30 minutes കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ ഷോർട്ടായിട്ട് കഴിഞ്ഞു. ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് ആണെങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്യുക. എല്ലാ കാര്യങ്ങളും അവിടെ ഞാൻ തന്നെ സുന്ദരമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, വിത്ത് എക്സാമ്പിൾസ് ആൻഡ് ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് PYQs. ഓക്കെ, ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ജോയിൻ ചെയ്യാം. ഓക്കെ.